മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട്, ആ മഴ മാറിക്കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാനുള്ള പെടാപ്പാട്. ഇതാണിപ്പോൾ കൊച്ചിയുടെ ഒരു കാഴ്ച. 2 ലൈനുണ്ട് ആ റൂട്ടിൽ കൂടെ. അത് ഒരു ലൈനിൽ വെള്ളമില്ല, മനസ്സിലായില്ല. ഒരു ലൈനിൽ വെള്ളമുണ്ട്. ആ വെള്ളമുള്ള സ്ഥലത്ത് പമ്പിങ് ഇടുന്ന സമയത്ത് കുറേശ്ശെ എല്ലാവർക്കും കിട്ടും. ഇപ്പൊ എങ്ങനെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാ വെള്ളം എടുക്കുന്നത്? റോട്ടിൽ പോയി 72 വയസ്സുണ്ട് അങ്ങേര് കാലത്തെ 4 മണി വെളുപ്പിന് പോകും. എന്നിട്ട് 2 കുടം വെള്ളം അവിടെ എടുത്തുകൊണ്ട് വരും. 3 മക്കളുണ്ട്, പേരക്കടങ്ങൾ. ഞങ്ങൾ 5-6 പേരുണ്ട് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുടിക്കാങ്കിലും വേണ്ടേ. ഇപ്പുറത്തെ വീട്ടുകാർ അവർ പോയി, മകളുടെ വീട്ടിൽ പോയി വെള്ളം കിട്ടാനിട്ട്. അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നത് വെള്ളം എടുക്കാൻ പോയതാണ്. അയാൾ മറിഞ്ഞു വീണിട്ടാണ് മരിച്ചത്. അയാൾ നടുവിന് ഇതായിട്ട് വീണിട്ട് പിന്നെ ഇന്നിട്ടില്ല. അയാൾ 2 ചെറിയ മൊന്തയും കൊണ്ട് വെള്ളം എടുക്കാൻ പോയതാണ് അങ്ങേര്. മുകളിൽ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോയേക്കാണ്, വെള്ളമില്ലാത്തത് കൊണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി മാത്രമേ വെള്ളം വീഴാറുള്ളൂ, പകല് ഞങ്ങൾക്ക് വെള്ളം വരാറില്ല. ആ രാത്രി വന്നത് തന്നെ വന്നാൽ മതിയായിരുന്നു, അതുപോലും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ ഇവിടുത്തെ ഒരു പ്രശ്നം? നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലൊക്കെ ചെന്ന് പലവട്ടം സമരമൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ അവരെന്താ പറയുന്നത്? നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ വെള്ളം വരും, ഈ പമ്പിങ് ഒന്ന് എയർ കയറിയതാണ് കാരണം എന്ന് പറഞ്ഞാൽ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. നമ്മൾക്ക് ആരോടാണ് പറയാൻ പറ്റുന്നത്? കയ്യിൽ പണമുള്ളവര് ടാങ്കറുകളിലൊക്കെ ഉപയോഗിച്ച് വെള്ളം എത്തിക്കും, അങ്ങനെയാണ്. ടാങ്കർ തന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ല. അത് 800 രൂപയുടെ ടാങ്കർ ഇപ്പോൾ 900-1000 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. ഇന്നലെ ഞങ്ങൾ ധർണയ്ക്ക് പോയിരുന്ന സമയത്ത് അവിടെ പല ദിക്കിന്ന് ആൾ വന്നിട്ടുണ്ട്. മരട്, അതുപോലെ തന്നെ കലൂര്, തമ്മനമാണ് പമ്പിങ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് പലർക്കും വെള്ളം കിട്ടുന്നില്ല. കൊച്ചിൻ കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയും കൂടി സംയുക്തമായിട്ട് ടാങ്കർ ലോറി പിടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ എല്ലാ ഫ്ലാറ്റുകളും 1, 2, 3 വണ്ടി ലോറി പോയിക്കൊടുക്കുക. സാധാരണക്കാരനെ വെള്ളം കൊടുക്കാൻ ഈ ടാങ്കർ ലോറിയില്ല. കൊച്ചിൻ കോർപ്പറേഷൻ പറയുന്നത് നിങ്ങൾ വണ്ടി ഞങ്ങൾ എടുക്കില്ല, വണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വാട്ടർ അതോറിറ്റി തരാമെന്ന്. അപ്പം നമുക്കെന്താ വെച്ചാൽ ഒരു അനിശ്ചിതാവസ്ഥ വരുമ്പോഴേ അതിന് ഡെഫിനറ്റ് അവർ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കൊച്ചിയിലെ ഈ കുടിവെള്ള പ്രശ്നത്തിന് എന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ജലവിഭവ വകുപ്പ് മന്ത്രി പറയുന്നത് പുതിയ കുടിവെള്ള പദ്ധതി വേണമെന്നാണ്. അതിന് അടുത്ത വർഷം വരെ കാത്തിരിക്കണം. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.